വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സിദ്ധുവിൻ്റെ റീ എൻട്രീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീ എൻട്രി ഏകദേശമൊക്കെ അടുത്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ സീസൺ 2 മുതൽ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ആ ഒരു ക്യാരക്ടറുടെ റീ എൻട്രിക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഡെയിൻ ഡേവിസാണ്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഡെയിൻ ഡേവിസ് ആയിരിക്കുമോ അതോ പുതുമുഖ ആർട്ടിസ്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ വല്ല ആർട്ടിസ്റ്റ് ആയിരിക്കുമോ എന്നുള്ള എല്ലാ കൺഫ്യൂഷൻസും പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെയും ആവശ്യം. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉപ്പുമുളകും സീസൺ 3 പുതിയൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മാധവൻ തമ്പിയുടെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ് ജനാർദ്ദൻ ചേട്ടനെ, സിനിമ ആർട്ടിസ്റ്റ് ജനാർദ്ദൻ ചേട്ടനെ ഇപ്പോൾ വലിയൊരു ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ മുളകും ഇപ്പോൾ അങ്ങനെ ആ ഒരു ഉള്ള ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ അങ്ങനെ ഓട്ടിച്ചു കൊണ്ടുപോകണ പോലെയാണ് ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 2 പോലെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തുടക്ക കാലഘട്ടത്തിൽ, അതായത് സീസൺ 3 തുടക്ക കാലഘട്ടത്തിൽ വന്ന എപ്പിസോഡുകൾ 10 എപ്പിസോഡിനുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീസൺ 1 ആ ഒരു വൈബൊക്കെ കിട്ടുന്നുണ്ട് എന്ന രീതിക്കാണ്. പിന്നീട് ബാലു ലീവ് എടുത്തിട്ടും ശിവാനി ലീവ് എടുത്തിട്ടും പാർക്കുട്ടില്ലാതായിട്ടൊക്കെ കുറച്ച് ചാഞ്ചാട്ടമുണ്ട് എപ്പിസോഡുകളിൽ. പക്ഷെ ഇപ്പോൾ വീണ്ടും ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ക്യാരക്ടർ. ഇവരെല്ലാവരും പോയവരെല്ലാവരും തിരിച്ചു വന്നു. പുതിയ ക്യാരക്ടേഴ്സിനെ ഓരോന്നായിട്ട് ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചുവരവ് പൂർണ്ണമാകണമെങ്കിൽ 2 റീ എൻട്രികൾ ഉണ്ടായാലേ അത് സംഭവിക്കുള്ളൂ എല്ലാവർക്കും അറിയാം. അതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഒന്ന് മുടിയനും ഒന്ന് സിദ്ധുവും. മുടിയൻ തൽക്കാലം 1 വർഷം കഴിയാതെ ഇപ്പോൾ മുളകിൽ റീജോയിൻ ചെയ്യത്തില്ല. പക്ഷേ അങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പോലും ഇപ്പോൾ മുളകിൽ കാണിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ബാലു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ 1 കൊല്ലം കഴിഞ്ഞാൽ മുടിയൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിക്ക്. അപ്പോൾ നമുക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ട് മുടിയൻ്റെ കാര്യം നോക്കിയാൽ മതി. പക്ഷേ സിദ്ധു എന്നൊരു കഥാപാത്രം അങ്ങനെയില്ല. എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ മുളകിൽ വരാം എന്ന് നിൽക്കുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ റീ എൻട്രി എന്തിനാണ് ഇവരിങ്ങനെ ഡിലേ ആക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം സിദ്ധു എന്നൊരു കഥാപാത്രം ഇപ്പോൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ കണ്ടൻറ്റിന് യാതൊരു കുറവുണ്ടാകത്തില്ല. വേറെ ലെവലിൽ ഉപ്പുമുളകും പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രത്തോളം ഹൈപ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സിദ്ധു എന്നൊരു കഥാപാത്രം. അതിൽ ചെറുതായിട്ട് വേറെ വല്ല ഒരു ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ ആ ഒരു റീ എൻട്രിയിൽ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധു എന്നൊരു കഥാപാത്രം ആളുകൾ ഏറ്റെടുക്കും. അതായത് ഒരു 2ാം വരെ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യം സംശയമില്ല. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി ഉണ്ട്. പക്ഷേ ഇതുവരെ അത് എപ്പോഴാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഡെയിൻ ഡേവിസ് ആയിരിക്കുമോ വേറെ വല്ല ആർട്ടിസ്റ്റുകളും ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലും ചെറിയൊരു സംശയമുണ്ട്. മാക്സിമം ഡെയിൻ ഡേവിസ് തന്നെ ആവാനായിരിക്കും സാധ്യത. കാരണം സീസൺ 2 തന്നെ ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഡെയിൻ ഡേവിസ് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ ഒഴിവാക്കി ഡെയിൻ ഡേവിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സീസൺ 2 അവസാനിക്കേണ്ടി വന്നു. ഇപ്പോൾ സീസൺ 3 തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡെയിൻ ഡേവിസിന് വേണ്ടി തന്നെ മാക്സിമം ടീം വെയിറ്റ് ചെയ്യത്തുള്ളൂ. ഏതായാലും ഇപ്പോൾ മുളകിൽ പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നതിന് പകരം പഴയ ആർട്ടിസ്റ്റുകളെ തന്നെ, അതായത് സിദ്ധു പോലുള്ള ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ TRP ഇൻക്രീസ് ആവും, ഒന്നുകൂടെ റേറ്റിംഗ് കൂടും, ഒന്നുകൂടെ പ്രേക്ഷകരെ ആസ്വദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾ ഇനി അടുത്തത് ഇപ്പോൾ മുളകിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു റീ എൻട്രി അത് ആരുടേതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.